ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഷൂട്ടുണ്ട്. അപ്പോൾ അതിന് പോവാണ്. അപ്പോൾ എൻ്റെ സൗണ്ട് കുറേശ്ശായിട്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ചെറിയൊരു മഴക്കാർ പോലെ കണ്ടു, പക്ഷെ ഇപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. ഷിവു എന്നോട് പിണങ്ങിയിരിക്കണം. മുടി കെട്ടാൻ നിൽക്കുമ്പോൾ അവൾക്ക് ചെവി വേദനയുണ്ട്, ജലദോഷം വന്ന കാരണം കൊണ്ടേ. അപ്പോൾ മുടി കെട്ടാൻ നിൽക്കുമ്പോൾ അവൾ മുടി പിടിച്ച് തിരിച്ചു പോകും. മുടി ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ തിരിയുക. അപ്പോൾ ചെവി മുകളിൽ ചീത്ത പറഞ്ഞു. അപ്പോൾ അതിനെന്നോട് പിണങ്ങി അച്ഛനെ മാത്രം മതിയെന്ന്, നിന്നെ മാത്രം മതിയെന്ന്, എന്നെ വേണ്ടാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടും ബാക്കിലേക്ക് മുടി ഇങ്ങനെ ഇതാക്കാൻ സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ ഞാൻ പാടുന്നു, അവനൊന്നും സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു അവൻ്റെ ഇഷ്ടത്തിനല്ലേ വളർത്തിക്കോട്ടെ, പക്ഷെ വല്ലാണ്ട് ഓവറാവില്ല. ബാക്കിൽ വളർന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുട്ടികൾ. എങ്ങനെയാന്നൊക്കെ പിന്നെ കാണിച്ചു തരാം, വളർന്നു കഴിഞ്ഞ് കാണിച്ചു തരാം. എന്തുവാ ചെവി അവള് വേദന കുറഞ്ഞു, വേദന ഉണ്ടായിരുന്നു. നമ്മുടെ ശ്രീജിത്ത് ഡോക്ടറെ പറ്റി എന്താ അഭിപ്രായം? പേടെ ഡോക്ടറാണ് കേട്ടോ. ഷിവുവിന് ചെവി വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ രാത്രി വീട്ടിൽ പോയി കാണിക്കല്. അപ്പോൾ വീട്ടിൽ പോയി കാണിച്ചപ്പോൾ അതേ കുറവുണ്ട്. അപ്പോൾ അവൾക്ക് ചൊറിയാണ്, കുറയാൻ വേണ്ടിയിട്ടായിരിക്കും വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ പോവാണ് കേട്ടോ, ഷൂട്ടിന് പോവാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ വേറെ മാലയോ കമ്മലതൊന്നും ഇട്ടിട്ടില്ല, അവിടെ പോയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട്, പാക്കിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. അതിനിപ്പോൾ ഇന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ ആയിരിക്കും എടുക്കുക. അപ്പോൾ അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് നമുക്ക് എത്തേണ്ടത്. വീട്ടിൽ പോയിട്ട് ഇവിടുത്തെ ഹെയറും ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടി. അതൊക്കെ വീട്ടിലാണ് ഇരിക്കുന്നത്, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാട്ടോ ആദ്യം. നല്ല കുട്ടി നിനക്ക് പറയൂ അമ്മമ്മയുടെ പോലെ, അമ്മമ്മയുടെ പോലെ ഇങ്ങനെയൊക്കെ പറയൂല. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തെത്തി. നമ്മൾ എടക്കളത്തൂർ തന്നെയാണ് കേട്ടോ, എൻ്റെ വീടിന് കുറച്ചേ ഉള്ളൂ പോകാനായിട്ട്. അപ്പോൾ ഇവിടെ മുൻപ് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുൻപുള്ള ഷൂട്ടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അവിടെ എത്തി. അപ്പോൾ മുൻപ് ആദ്യം കാണിച്ച ക്ലിപ്പിൽ സൗണ്ട് അപ്പോൾ തന്നെ കൊടുത്തിട്ടുള്ള കാരണം കൊണ്ട് സൗണ്ട് ഭയങ്കര പ്രശ്നമുണ്ട്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമുക്ക് ഷൂട്ട് വരുന്നത്. നമുക്ക് ചെയ്യാൻ പോണത് ഇൻസ്റ്റാ പേജ് അവരുടെ ബ്രൈറ്റ്സ് ഓഫ് ശ്രുതി എന്ന് പറഞ്ഞിട്ടാണ്. നല്ല നാച്ചുറലായിട്ട് നമുക്ക് നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് തരും. പിന്നെന്ന് വെച്ചാൽ നല്ല അഫോർഡബിളായിട്ട് HD മേക്കപ്പ് ആയാലും എയർ ബ്രഷ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഇവിടെ. ഞാൻ മിക്ക വീഡിയോസിലും പറയാൻ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ശ്രുതി. ഇഷ്ടമാണ്, നല്ല ഫ്രണ്ട്ലിയാണ്. പിന്നെ ആർക്കെങ്കിലും വല്ല ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓൾ കേരള സർവീസും അവർക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസ് അളവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മേടിക്കാൻ വേണ്ടി വിട്ടുപോയി. പൊടിയുടെ അലർജി ആണെന്നാണ് തോന്നുന്നത് ഗൈസ്. നല്ല ചുമയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചുമയുണ്ട്, ചെറിയ ജലദോഷമുണ്ട്, മാറി വരുന്നുള്ളൂ. അപ്പോൾ ഞാനും അമ്മയും കൂടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇതിൻ്റെ ഇടയിൽ. ഇനി കാണിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഡേ ആണ്. ഹലോ ഗായ്സ്, അപ്പോൾ അത് നമുക്ക് ഇന്നത്തെ ദിവസം ശിവു ക്ലാസ്സിൽ പോയി. ഇപ്പം അമ്മ വന്നിട്ടുണ്ട് കേട്ടോ, അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേബി വരാൻ പോണ ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തുണികൾ, വെള്ള തുണികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴുകിയിടുകയാണ് അമ്മ. നല്ല മഴക്കാരുണ്ട് കേട്ടോ, അപ്പോഴേക്കും കഴുകി സെറ്റാക്കാൻ പോവാണ് കേട്ടോ. പൂച്ചയുടെ കരച്ചിൽ കേൾക്കണ്ട ഗായ്സ്. അപ്പോൾ ചെറിയ രീതിയിൽ മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ അമ്മ, ഞാൻ അലക്കിയിട്ട തുണികളൊക്കെ അമ്മ ഇവിടെ വന്ന് മടക്കിക്കൊണ്ടിരിക്കുക. അതിപ്പോൾ എൻ്റെ അമ്മ മാത്രമല്ല കേട്ടോ, കുട്ടുവിൻ്റെ അമ്മ വന്നാൽ ഇത് തന്നെയാണ് അവസ്ഥ. പണികളെടുത്തുകൊണ്ടിരിക്കും, ഒതുങ്ങിയിരിക്കില്ലേ. എന്താ വരുന്നു, ഇനി അടുത്ത വല്ല പണിയുണ്ടോ നോക്കിയിട്ട് വരണേ. അപ്പോൾ ഞാനത് മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. നമുക്കപ്പോൾ ഇന്ന് മാന്തളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സാധാരണ മേടിക്കുമ്പോൾ വലിയ മാന്തളാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ളത് കുഞ്ഞി മാന്തളാണ് കേട്ടോ, ചെറുതാണ്. നമുക്കിത് വെച്ചിട്ട് കറി വയ്ക്കുകയും ചെയ്യാം, വറക്കുകയും ചെയ്യാം. ഒന്നുമില്ലേ, സൗണ്ട് തിരിച്ച് വരുന്നുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നലെ ലോഞ്ച് ചെയ്ത ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് ഇത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ ബാക്ക് പോർഷനാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. ഫ്രണ്ട് പോർഷൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയോ പോയി, കാണാനില്ല. അപ്പോൾ അങ്ങനെ അമ്മ തുണികൾ, നമ്മൾ അവിടെ നേരെ വീട്ടിലേക്ക് വന്നു. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഡ്രസ്സിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പോൾ ഉണ്ണിയുടെ തുണികൾ ഇങ്ങനെ ഉണക്കിയിട്ടുണ്ട്. കാരണം ചെറിയൊരു മഴക്കാരുണ്ട്, അത് കാരണം കൊണ്ട് ഉള്ളിലാണ് ഉണക്കിയത്. ഇനി അത് വെയിൽ വരുമ്പോൾ ഒന്ന് ഉണക്കണം പുറത്ത്.
ഗൈസ് അങ്ങനെ നമ്മൾ ശിവുനെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് ഇത് വരികയാണ് കേട്ടോ. ഇന്ന് നമ്മൾ പറഞ്ഞു ശിവുനെ സ്കൂളിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു. ശിവനൊരാഗ്രഹം ഞങ്ങൾ വന്ന് എടുക്കണം എന്ന് ഇടയ്ക്കപ്പോൾ എടുക്കാറുണ്ട് കേട്ടോ. അതെ ശിവുവിൻ്റെ കുറുമ്പ് കാരണം കൊണ്ട് ശിവുവിന് അടി കിട്ടിയാ അടിക്കില്ല, അടിക്കാൻ സമ്മതിക്കില്ല അല്ലേ ശിവ? കുറുമ്പ് കാണിച്ചാലും ഇങ്ങനെ മിണ്ടാണ്ടിരുന്നോ. ഗൈസ് അങ്ങനെ നമ്മൾ ഈ പൊതിയിൽ എന്താണെന്നറിയോ നമ്മൾ എന്നിട്ടത് അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പാപ്പുവാണ് ഗൈസ്. ഞങ്ങൾ ഇപ്പോഴും ഈ പ്രായത്തിലായാലും ഞങ്ങൾ പാപ്പു എന്ന് തന്നെയാണ് കേട്ടോ പറയാം. അപ്പോൾ അമ്മ കട്ടൻ ചായ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഈ പാത്രം നല്ല കണ്ടുപരിചയുണ്ട്, എൻ്റെ നമ്മുടെ വീട്ടിലെ പാത്രം. ഓ കൊതിയായിട്ട് വൈകുന്നേരം ചൂടുണ്ട്. പൊട്ടിച്ച് അത് ഗൈസ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ചെയ്യാൻ പോവാണ്. നമ്മൾ ഹോസ്പിറ്റലിലേക്കുള്ള തുണികളൊക്കെ അമ്മ, അതായത് വാവയ്ക്കുള്ള തുണികളൊക്കെ അമ്മ കഴുകി ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേബിക്കുള്ള ഡ്രസ്സ്, അതായത് ഡ്രസ്സല്ല തുണികളില്ലേ, ഉണ്ണീനെടുക്കാനുള്ള തുണികളൊക്കെ അമ്മ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോവാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾക്ക് ഞാനും അമ്മേനെ ഹോസ്പിറ്റലിൽ നിൽക്കുക, അതിന് വേണ്ടിയിട്ട് ഉറുമ്പുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് ബാഗിൽ വെക്കാൻ പോണേ, അപ്പോൾ അതൊക്കെ കാണിക്കാൻ പോവാണ്. 5 വണ്ണപ്പൂവേ ഉള്ളിവടം പഴംപൊരിയാണ് കേട്ടോ വൈ മേടിച്ചിട്ടുള്ളത്. ശിവുവിന് പഴംപൊരിയാണ് ഇഷ്ടം. ചൂടുള്ള പഴംപൊരി എടുത്ത് കയ്യിലാ കൊടുത്തു. അപ്പോൾ നമുക്ക് ചായ കുടിച്ചാലോ? ചായയൊക്കെ നമ്മൾ ഇവിടെ ആറ്റി ഇതാക്കി വെച്ചിട്ടുണ്ട്. തുടങ്ങിയാലോ? ബാഗ് പാക്കിങ് തുടങ്ങിയാലോ? ബാഗ് പാക്കിങ് കൊട്ടയ്ക്ക് എന്താ പോടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണേ ഇനിയിപ്പോൾ അധികം ഇല്ല, വിജിക്ക് 9 മാസം ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അപ്പോൾ എൻ്റെ ഡെലിവറി ടൈമിലായാലും കുറച്ച് മുമ്പേ നമ്മുടെ 8-ാം മാസത്തിൽ തന്നെ എല്ലാം 8 നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം മിക്കവർക്കും ചിലർക്ക് 7-ാം മാസത്തിൽ ഡെലിവറി ആവാൻ 8-ാം മാസത്തിലൊക്കെ ആവാം. അപ്പോൾ നമ്മളെന്തായാലും എനിക്കും അമ്മയ്ക്കും ഹോസ്പിറ്റലിൽ, ഞാനും അമ്മയാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ പെട്ടിയിലാക്കാൻ പോവാണ് ഗൈസ്. ഒക്ടോബർ 16-ാം തീയതിയാണ് വിജിക്ക് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 16-ാം തീയതിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ആവാം ഗൈസ്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി എപ്പോഴാണ് ഇനി പെയിൻ വരികയെന്ന് അറിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ മുൻപേ ഒക്കെ സെറ്റാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ പാക്ക് ചെയ്യാൻ പോകണം എന്നുള്ളത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പെട്ടിയിലേക്ക് നമ്മളിത് വെക്കാൻ പോകണം. അമ്മ എന്തെങ്കിലും പറയട്ടെ? എനിക്ക് സാധനങ്ങൾ വെക്കണ്ട കേട്ടോ. ഞങ്ങൾ രണ്ടാളും ഒരു പെട്ടിയില വെക്കണം. അതെ അല്ലേ? രണ്ടാളാണ് നിക്കണേട്ടാ. ഞങ്ങൾ രണ്ടാളും കൂടി നിൽക്കണത്. പിന്നെ വെച്ചാൽ ശിവുന് ക്ലാസ് ഉള്ള സമയമാണ്. ഇനിയിപ്പോൾ വല്ല മുടക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല, ക്ലാസ് ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിൽക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കുട്ടും അച്ഛനും ശിവും ഇവിടെ നിൽക്കും. ഒക്ടോബറിലാണ്. അപ്പോൾ ഒക്ടോബർ 16-ാം തീയതി ഡേറ്റ്. അപ്പോൾ ഇവിടെ ആയിരിക്കും നിൽക്കുക അവർ. അപ്പോൾ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ അങ്ങനെ വന്നോട്ടെ. അത് ശിവു ഉണ്ണീനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ ഏറ്റവും വലിയ ആളാണ് ശിവു. അപ്പോൾ ഇവിടെ ഇരുന്ന് ഭയങ്കര കളിയിലാണ് കേട്ടോ. അപ്പോൾ ഇനി അവൾക്ക് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടതൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യാം. പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വെളിച്ചുണ്ട്. അത് കാരണം കൊണ്ടാണ് വിജിയുടെ വീഡിയോസിൽ അറിയാൻ പറ്റും ഈ ഒരു സ്ഥലത്തിരുന്നാണ് വീഡിയോ ചെയ്യാം. അപ്പം ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞങ്ങൾ ഇനി ഓരോന്നായിട്ട് വീട്ടിലേക്ക് വെക്കുന്നേക്കാളും മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് വെക്കാൻ പോകണമെന്നുള്ളത് കാണിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീഷോന്ന് മേടിച്ചതാണ്. 177 അത്രയും സംതിങ് വന്നിട്ടുള്ളൂ. ഇങ്ങനത്തെ ഒരു 6 ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാഗ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കുന്നില്ല, എന്താണ് വെച്ചതെന്ന് കാണിച്ചു തരാം. എത്ര ഉണ്ടാവും കാണിക്കുന്നില്ല കേട്ടോ. ഇത് അമ്മയുടെ എൻ്റെ കൂടി വെച്ചിട്ടുള്ളത്. കാരണം വെച്ചാൽ വീഡിയോ എടുക്കാൻ ഞാൻ ഇവിടെ ഇരുന്ന് പോയി. ഒരെണ്ണം കൂടി എടുത്തിട്ട് എൻ്റെ അമ്മയുടെ സെപ്പറേറ്റ് ആക്കി വെക്കണം. പിന്നെ നമുക്ക് മുഷിഞ്ഞ തുണികളാക്കി വെക്കണമെങ്കിലും ഇതുപോലെ ഒരെണ്ണം കൂടി കൈ പിടിക്കണം. അപ്പോൾ ഇത്
അമ്മ 2-3 കോട്ട് സെറ്റ് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഇട്ട് അമ്മയുടെ 2-3 കൊണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇതൊരു ഫ്രോക്കാണ്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. പിന്നെ ഇത് ഞാനിപ്പോൾ ഇന്നലെ പോയിട്ട് എടുത്തതാ, നമ്മുടെ കുറുക്കഞ്ചേരിയിൽ പോയിട്ട് എടുത്തതാണ് കേട്ടോ. ഫ്രോക്ക് നൈറ്റിയാണ്. 300 സംതിങ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും അങ്ങനെ ഒരു ഫ്രോക്ക് നൈറ്റി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ 2-3 ഞാൻ കൈ പിടിച്ചിട്ടുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ മാത്രമല്ല എനിക്ക് നല്ല ഡ്രസ്സ് പുറത്തേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റിയ ഡ്രസ്സും കൂടി ഇതിൽ ആഡ് ചെയ്യണം. അതും കൂടി ഇതിൽ വെക്കണം. ഞാനിത് അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയുടെ ഡ്രസ്സിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ ഡ്രസ്സ് സെപ്പറേറ്റ് ആണ്, രണ്ടാളുടെ വേറെ വേറെ വെക്കാൻ വെച്ചിട്ടാണ്. കാരണം ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി ഞങ്ങളുടെ നല്ല അടിയാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് ഇങ്ങനെ ആൾക്കാരാണ്. പിന്നെ ഇനി ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ 2 ബെഡ്ഷീറ്റ് കൈ പിടിക്കുന്നുണ്ട്. ബെഡ്ഷീറ്റ് കൈ പിടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തോർത്ത് ഈ വക ഐറ്റംസ് ആണ് ഇതിലുള്ളത്. തോർത്ത് 2 കൈ പിടിച്ചിട്ടുണ്ട്. പിന്നെ 2 ബെഡ്ഷീറ്റും ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്തൊക്കെ എക്സ്ട്രാ ഐറ്റംസ് വേണ്ടതെന്ന് ഇനി ആലോചിച്ച് തീരുമാനിക്കണം. ഇനി വേറെ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളിതിൽ വെക്കണം. അങ്ങനെ ഇത് അതാണ്. പിന്നെ അടുത്തതാണ് നമ്മുടെ ബേബിയുടെ അമ്മ കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ. ഇതേ ശരിക്കും അളവിൽ മുറിച്ചിട്ട് കുഞ്ഞു തുണികളാണ്. പോയിട്ടുള്ളതാണ്. കഴുകി വെച്ചതാണ്. ഇതിട്ടിട്ടാണോ കഴുകിയേ? അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബേബി ഹഗിന്റെ വാഷിംഗ് ഡിറ്റർജന്റ്. അപ്പോൾ ഇത് പ്രൊമോഷനൊന്നും ശരിക്കും അല്ലല്ല. പിന്നെ നമ്മൾ ഇതിൽ ഇന്നർ വെയേഴ്സ് ആണ് കേട്ടോ. ഇന്നർ വെയേഴ്സ് നമ്മൾ ഒരുമിച്ചാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ. പക്ഷെ നമ്മൾ സെപ്പറേറ്റ് ആണ് എല്ലാം വെക്കണത്. അല്ലെങ്കിൽ അമ്മയുടെ ഡ്രസ്സിൽ തന്നെ അങ്ങനെ നമ്മുടെ ഡ്രസ്സിൽ തന്നെ ആക്കി വെക്കാനാണ് പരിപാടി. നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിച്ചു എന്തൊക്കെയാണ് നമ്മൾ ഐറ്റംസ് മറക്കാണ്ടിരിക്കാൻ വേണ്ടി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമ്മൾ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബേബിക്ക് വന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അത് കുട്ടീനെ എടുത്താണല്ലേ? ഇത് ഇതിക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ വെച്ചതാ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും കൈ പിടിക്കാന്ന്. തല ഇവിടെ വരും, കുഞ്ഞു ഇങ്ങനെ എടുക്കാം. ശിവന്റെ അത്ര ഉണ്ട്. ശിവാണ് എടുക്കാൻ പോണത്. അമ്മ എടുക്കണ്ടേ? ശിവു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയാണ്. പക്ഷെ അവള് പറയണത് അവൾക്ക് മാമി അവനാണ് ഇഷ്ടം. അവള് പറഞ്ഞത് ഞാൻ മാമിയാണ് ചേച്ചിയല്ലാന്ന് പറയണത്. അപ്പൊ ഗൈസ് ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിലാണ് ഉണ്ണിയുടെ സാധനങ്ങളൊക്കെ വെക്കണത്. ഇതില് ഉണ്ണിയുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതെ. അപ്പോൾ നമ്മളെന്തായാലും ഉണ്ണിയുടെ തുണികളൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടേക്ക് ഹോസ്പിറ്റലിൽ കൈ പിടിക്കുന്നുണ്ട്. ഇത് ബേബിയുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഷൂ കാണാനുണ്ട്. ഇന്നലെ പുതിയ ഷൂ എടുത്ത് കാണിക്കണമെങ്കിൽ. അപ്പോൾ അതിനു വേണ്ടി ഈ ബാസ്ക്കറ്റും പിന്നെ ഇതും കൈ പിടിക്കുന്നുണ്ട് ബേബിക്ക് കേട്ടോ. പിന്നെ ആണോ? ബോഡി ക്രീം പിന്നെ ശിവുവിന്റെ അത്ര ഉണ്ടത്. ഉണ്ടായിരുന്നു. കുട്ടി പില്ല ഉണ്ടായിരുന്നു. വീഡിയോ ചെയ്യട്ടെ, വീഡിയോ സംസാരിക്കട്ടെ. കാണിച്ചു കൊടുത്തു, അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുത്തതാട്ടാ. സാരല്ലേ കളിച്ചോ. അപ്പോൾ ഗൈസ് ഇങ്ങനെ ഇതൊരെണ്ണം കൈ പിടിക്കുന്നുണ്ട്. ബേബി ഹഗിൻ്റെ മറ്റേ ഡിറ്റർജൻറ്റ് ആണ് കേട്ടോ കുട്ടികളുടെ. ഇത് കൈ പിടിക്കുന്നുണ്ട്. പിന്നെ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ബ്രഷൊന്നും വെച്ചിട്ടില്ല. ഇതിൽ ബ്രഷ് ഞാൻ ബ്രഷ് വെക്കാൻ വേണ്ടി വേറൊരു സംഭവം ഉണ്ട്, അതിൽ വെച്ചിട്ടാണ്. ഇതിപ്പോൾ അമ്മയുടെ ഐറ്റംസ് ആണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ബ്രഷും പേസ്റ്റും സോപ്പും ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബോഡി മിൽക്കിൻ്റെ ബോഡി ലോഷൻ വെക്കുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ ഹാൻഡ് ബാഗ് കൈ പിടിക്കുന്നുണ്ട്. അമ്മ എന്തായാലും നമ്മുടെ കുഞ്ഞൊരു വള്ളി ഹാൻഡ് ബാഗ് ഉണ്ട്, എന്തായാലും കൈ പിടിക്കും. അത് എപ്പോഴും നമ്മുടെ അടുത്തുണ്ടാവും. ഒന്നും പറയുന്നില്ല. അതെന്ന് വെച്ചാലേ എനിക്കിത് ഞാൻ കൈ പിടിച്ച് നടക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ചെറിയൊരു ഹാൻഡ് ബാഗ് ഉണ്ടായില്ല, ഞാൻ അത് വെക്കണം. പക്ഷെ ബാഗ് ഉണ്ടായിട്ടും കാര്യമില്ല, പൈസയൊക്കെ ഫോണിന്റെ ബാഗിലാണ് വെക്കുക. ഞാൻ പൈസ എപ്പോഴും ഫോണിന്റെ ഉള്ളില വെക്കണ്ടു. അതിന്റെ പെട്ടിയിലെ ബാഗില് അതിലെ വെക്കണോ സേഫ് ആയിട്ട്. ഇനി അമ്മ ചെറിയ ബാഗ് പിടിക്കുന്നത്. ഞാൻ ഈ ഒരു ബാഗ് ഞാൻ കൈ പിടിക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ശിവു വരികയാണെങ്കിലും ശിവുവിൻ്റെ ക്രീമും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ക്രീം ഇതൊക്കെ വെക്കുന്നുണ്ട്, കാണിച്ചു തരാം. പിന്നെ ഒരു ചാർജർ, പിന്നെ ഒരു ചീർപ്പ്, പിന്നെ
ഇത് പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് സാധനങ്ങളൊക്കെ ഇടുന്നതാണ്. ഇത് പിന്നെ ഉണ്ണിയുടെ സാധനങ്ങളും ഇതിൽ തന്നെ. ശിവന് മേടിച്ച ബാഗാണത് ശരിക്കും. ശിവ മേടിച്ചാലുണ്ട് എനിക്ക് ഉപകാരം. ലിപ്സ്റ്റിക് അല്ല, അതൊക്കെ വെക്കണതാണ് ഇത്. പുറത്തേക്ക് പോകുമ്പോ കൈ പിടിക്കുന്നതാണ്. നമുക്കിതൊന്നും ഇടാൻ വേണ്ടിട്ടല്ല നമ്മൾ അങ്ങനെ പോണത്. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്കിൻ ഡ്രൈ ആവുന്ന ടൈപ്പാണ്. അത് കാരണം മോയ്സ്ചറൈസറോ ബോഡി ലോഷനൊക്കെ എപ്പോഴും ഇടുന്നത് ബെറ്റർ ആയിരിക്കും. അത് കാരണം മോയ്സ്ചറൈസറും അല്ലാണ്ട് ഇപ്പൊ ഞാൻ വേറെ ഒന്നും ഇതിലെടുത്ത് വെച്ചിട്ടില്ല കേട്ടോ ഗൈസ്. ഇതിലാണ് ചാർജർ എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചീർക്കും കൈ പിടിച്ചിട്ടുണ്ട്. പിന്നെ 2-3 ക്ലിപ്പ് വേണം. പിന്നെ വീട്ടില് ഏറ്റവും വലിയ വഴക്കുണ്ടാവണത് ക്ലിപ്പിനാണ്. അത് ഞങ്ങള് 3 ക്ലിപ്പിനാണ് വഴക്കുണ്ടാവുക. മേടിച്ചേക്കും ഗൈസ്. 10 മേടിച്ചാൽ 5 പൊക്കും. ബാക്കി പിന്നെ അതവിടെ ഇവിടെ കൊണ്ടുപോയി ഇടുന്നത് 5 വെള്ളം എടുത്തിട്ടും അങ്ങനെയൊക്കെ പിന്നെ കിട്ടാറില്ല. പക്ഷെ ഞാൻ എടുക്കാറില്ല കേട്ടോ. എന്റെ ഒക്കെ പോവാറ്. പിന്നെ ശിവുവിനെ അതിപ്പോ ചെയ്യണ്ട. വെച്ചോ കുറച്ചേരം വെക്കിട്ടാ. യു കണ്ടിന്യൂ. ശിവുവിന് ഇപ്പൊ കുറെ പാവകളുണ്ട്, കുറെ മുടിയുള്ള പാവകളൊക്കെയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ശിവുവിന്റെ ക്ലിപ്പുകളായാലും എന്റെ ക്ലിപ്പുകളായാലും ഒക്കെ അതിന് മുകളിലേക്കാണ് പോണത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ കാറിൽ കുറെ എടുക്കുന്നുണ്ടാവും. ഓരോരോ ഗ്യാപ്പില് പോവും. പിന്നെ തുറച്ച് നോക്ക്. ഇല്ല കേട്ടോ, പിന്നെ അമ്മൊന്നും പറയില്ല. അപ്പൊ അങ്ങനെ നമ്മള് അങ്ങനെയാണ് നമ്മുടെ ക്ലിപ്പുകളൊക്കെ പോകുന്നത്. അത് കാരണം കൊണ്ട് 2-3 ക്ലിപ്പുകൾ എനിക്ക് എക്സ്ട്രാ മേടിക്കണം. പിന്നെ എന്തൊക്കെ കുറവുള്ള വെച്ചാൽ മേടിക്കണം. പിന്നെ എനിക്ക് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഡ്രസ്സുകൾ രണ്ടെണ്ണം വെക്കണം. 2 മതി. 2 വെക്കണം. എൻ്റെ ബ്രഷ് പേസ്റ്റ് മേടിക്കുന്നുണ്ട്. ബ്രഷ് ഈ വക സാധനങ്ങളാണ് വെക്കാനുള്ളത്. പിന്നെ ബോഡി ലോഷൻ, മറ്റേ ബോഡി വാഷ് ഇതൊന്നും വെച്ചിട്ടില്ല. സോപ്പ് വെച്ചിട്ട് ബോഡി വാഷ് അങ്ങനെ എന്തെങ്കിലും കൈ പിടിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എക്സ്ട്രാ വെക്കാനുള്ളത്. നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഓർമ്മ വരിക എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. നമുക്ക് എന്തെങ്കിലും വെക്കണ്ട. ഇനി നമുക്ക് ഫ്ലാസ്ക് വെക്കുന്നുണ്ട്. ഇല്ല, ഫ്ലാസ്ക് മേടിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ചായയുടെ ആൾക്കാരാണ്. ആൾക്കാരാ. കുട്ടും ശിവും കട്ടൻ ചായ, എൻ്റെ അച്ഛനും കട്ടൻ ചായ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇത്രയും സാധനങ്ങളൊന്നും വെക്കണുള്ളൂ. എൻ്റെ ഡെലിവറിയുടെ ഫസ്റ്റത്തെ ഇത് ഓർമ്മയുണ്ടോ നിനക്ക്? ഡെലിവറി പാക്കിങ് 3 തൊട്ട് കർപ്പൂരം വരെ വെച്ചെന്ന് പറഞ്ഞ പോലെ മറ്റേ പൗഡറും കൺമഷി. ഡെലിവറിക്ക് പോകുമ്പോ ഡെലിവറി ബാഗ് പാക്കിങ്ങിന് സാധാരണ ഈ വക ഐറ്റംസ് മാത്രമേ ആവശ്യമുള്ളൂ. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ പറഞ്ഞില്ലേ നീ എന്തൊക്കെ കാണിച്ചിക്കണം ചോദിച്ചത് ഓർമ്മയില്ലേ? അമ്മ വീട്ടിലുണ്ടായിരുന്നില്ലേ? ഞാനും കുട്ടി വീഡിയോ ചെയ്ത് ഞങ്ങൾക്കാണെങ്കിൽ പോവാതില്ലല്ലോ. അപ്പൊ അമ്മയല്ല അച്ഛനൊക്കെ പറഞ്ഞു എന്തിനിപ്പോ ഈ കൺമഷി ഇതൊന്നും നമുക്ക് പാക്കിങ്ങിന് ആവശ്യമില്ല, അറിയാത്ത കാരണം കൊണ്ടാട്ടാ. നമ്മളിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എല്ലാവരും വീഡിയോസ് ഒക്കെ കണ്ടിട്ടൊക്കെ എന്തൊക്കെ ചെയ്യണേന്നൊക്കെ നോക്കുക. ഇപ്പൊ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾ വെക്കാൻ പോണത്. ഇത് എൻ്റെ ഡെലിവറിക്ക് ഓർമ്മയില്ല അമ്മയ്ക്ക് പൗഡർ, കൺമഷി, വെളിച്ചെണ്ണ, കുട്ടീനെ കുളിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറ്റി പിന്നെ ഞങ്ങൾ വീണ്ടും ഒരു ബാക്ക് പാക്കിങ്. ശിവുവിന് ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന വെച്ച് കഴിഞ്ഞാൽ ഹിമാലയയുടെ പ്രൊഡക്റ്റുകളായിരുന്നു കേട്ടോ. അപ്പൊ അമ്മ ചോദിച്ചു അന്ന് ഏതായിരുന്നു ഉപയോഗിച്ചിരുന്നത് നമ്മൾ ചോദിച്ചു. ഹിമാലയയുടെ ഒന്നും ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അവള് സെബാമെറ്റിന്റെ ഉപയോഗിക്കുന്നത്. പക്ഷെ പൗഡർ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. പക്ഷെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ കുളി കഴിഞ്ഞാൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഖത്ത് ഞാൻ സെബാമെറ്റിന്റെ ലോഷനും ഇതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലോഷനൊക്കെയാണ് ഉപയോഗിക്കണത്. കണ്ടില്ല വീഡിയോസിൽ കാണിക്കാറൊക്കെ ഉണ്ട്. ഇതാ സെബാമെറ്റിന്റെ ബോഡി ലോഷനും പിന്നെ ഇത് ക്രീമാണ് കേട്ടോ. ഇതൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസ ഉണ്ട് ഇതിന്. പക്ഷെ കുട്ടികൾക്ക് എന്താണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കായിരിക്കും നല്ലത്. കഴിക്കോ നീ അമ്മ പറയും. എനിക്ക് പേടിയുണ്ട്, അതൊക്കെ ഒന്ന് പറയാനുള്ളത്. പേടിയുണ്ട്. പിന്നെ എന്താണ് എനിക്ക് ധൈര്യം തരുന്നത്, ഒരു സമാധാനം. പിന്നെ സ്യൂട്ട് റൂമൊക്കെയാണ് എടുക്കണമെന്ന് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അവിടെ നിൽക്കാൻ പറ്റും. പ്രസവിക്കുന്ന ടൈമിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. പക്ഷെ ഞാനും അമ്മ ഓടും, അത് എനിക്കോ തോന്നുന്നു. വിളിക്കുന്നു ചുറ്റുപാട് നടക്കുന്നതൊന്നും ശ്രദ്ധിക്കണ്ട. അപ്പൊ ഉണ്ണിയുടെ ഡെലിവറി ടൈം എടുക്കുമ്പോ ഞാൻ മേമയായിട്ട് ഉണ്ണിനെ എടുക്കും.
എടുക്കും കേട്ടോ. ഇതിലാണ് ഡോക്ടർ തരിക. അപ്പൊ എനിക്ക് ഈ സാധനം മാമ വാങ്ങിച്ചതാണ്. അപ്പൊ എനിക്ക് മാമിക്ക് മേടിച്ചതോടെ പിന്നെ മാമിക്ക് ഗിഫ്റ്റ് കൊടുത്തതാ ഭാവിക്ക് വേണ്ടി. മാമയ്ക്ക് ഭാവിക്ക് വേണ്ടിട്ട് ഗിഫ്റ്റ് കൊടുത്തതാ. അപ്പൊ ഇതിലാണ് ഉണ്ണീനെ കെടുത്തുക ഡോക്ടർ. അതെ, ഉണ്ണീനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ തരുമ്പോ അമ്മാമ്മയാണോ മേടിക്കുക കുട്ടിയാണോ മേടിക്കുക? ഞാൻ ആ അത് ശിവാണ് മേടിക്കുക കേട്ടാ. ഇതിങ്ങനെ എടുക്കും. ഇങ്ങനെ എടുക്കും. ഇങ്ങനെ പിടിച്ചുള്ളിൽ കാലം ഇങ്ങനെയാവില്ലേ? ആ അങ്ങനെ ആ ആ അപ്പൊ ഇതിലാണ് ഉണ്ണീനെ പല വരെ. ഇതില് ഉണ്ണീനെ കൈ കാല് രണ്ട് കാല് രണ്ട് കാലി. രണ്ട് കൈ. അപ്പൊ ഞാൻ എടുത്തിട്ട് എങ്ങനെ നടക്കും ഗൈസ്? അപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് പാക്ക് ചെയ്യാൻ പോവാണ്, പെട്ടിയിലേക്ക് വെക്കാൻ പോവാണ്. അപ്പൊ എന്തെങ്കിലും പറയാൻ വന്നു കഴിഞ്ഞാൽ മുഴുവനാക്കാൻ സമ്മതിക്കില്ല. അപ്പൊ നമ്മളിതൊക്കെ ഇനി പെട്ടിയിലാക്കണം, അത്രേ ഉള്ളൂ വീഡിയോ. അപ്പൊ നമ്മള് എല്ലാം കൂടെ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്തൊക്കെയാ ഇനി മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള സാധനം തൈറോയിഡിന്റെ ഗുളിക എടുത്ത് കൈ പിടിക്കണം. അപ്പൊ വീഡിയോ എടുക്കണ കഷ്ടപ്പാട് നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കണത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. പിന്നെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡ്രസ്സുകള്, ഞങ്ങളുടെ തൈറോയിഡിന്റെ ഗുളിക, ഇതൊക്കെ. അമ്മ ബിംബം പോലെ ഇരിക്കുന്നു, ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. എന്താ പറയാത്തത്? പറയണോന്ന് ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങള് ഇങ്ങനെയാട്ടോ അമ്മാമേനെ ഇനി അമ്മാമേനെ ഭയങ്കര ഇതായിട്ട് കുട്ടി കാണിക്കുന്നു, ആ കുട്ടീനെ അങ്ങനെയാണെങ്കിൽ ഇതൊന്നും പറയണ്ട, ഞങ്ങൾ ഇങ്ങനെയാണല്ലോ അമ്മ. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്കിനി വരും വിശേഷങ്ങളൊക്കെ നമ്മൾ എന്തായാലും വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യാം. ശിവ മറ്റേ സൊയ് സൊയ് പാടി കൊടുക്കോ? സൊയ് സൊയ് മറ്റേ പാട്ടാ പറഞ്ഞു. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ കുട്ടിയുടെ പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തോളോ, കമന്റ് ചെയ്തോളോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എന്താ വെച്ചാൽ ഇരുട്ടായി തുടങ്ങി, നമുക്ക് വീഡിയോ സമയം വെച്ചാൽ രാവിലെ തൊട്ട് നമ്മൾ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചതാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ വന്നതല്ലേ, ഒരു ബെല്ലൈക്കൺ ബെല്ലം കൂടി അടിച്ചിട്ട് പോയാൽ മതി. ബെല്ലും കൂടി അടിച്ചിട്ട് പോയാൽ മതി. ഒരു കാര്യം കൂടി ഇനി രസമെല്ലാം മാറ്റണ്ടേ? ഇപ്പൊ നിങ്ങൾ വന്നതല്ലേ, ലൈക്ക് അടിച്ചിട്ട് പോയാൽ മതി. ലൈക്ക് അടിച്ചിട്ട് പോയാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, എല്ലാം മറത്തണേ. പിന്നെ നമ്മൾ ഓണത്തിന്റെ കളക്ഷൻസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻസ്റ്റയിൽ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ പട്ടുപാട കളക്ഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങളൊന്ന് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോസ് വീഡിയോയില് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ലിങ്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. കട്ട്